ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് വാണ്ടർ ക്യാപ്ചർ. അപ്പോൾ ഇത് നമ്മുടെ വാരണാസി വ്ളോഗിൻ്റെ 3rd വീഡിയോ ആണ്. ഇത് നമ്മുടെ ദേവ് ദീപാവലി ദിവസം രാവിലത്തെ വീഡിയോ ആണ്. അപ്പം രാവിലെ ഞങ്ങൾ റൂമിൽ നിന്ന് നേരെ ഫസ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വാരണാസി തായ് ടെമ്പിളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ സാരനാഥ് മെഡിറ്റേഷൻ സെൻറ്ററിലേക്കും ഒക്കെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ വാരണാസിയിലെ തായ് ടെമ്പിൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഗൈഡിനെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരാളെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ നമ്മളിത് കണ്ട് മാത്രം പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെന്താണെന്നും കൂടി അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗൈഡിനെ വിളിച്ചു. അപ്പം ഏകദേശം 200 രൂപയാണ് നമുക്കിത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പുള്ളി നമ്മളെ സ്പോട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവിടുന്നതിന് പുള്ളി ചോദിച്ച പ്രൈസ്. ये लॉर्ड बुद्धा का प्लेस, ये लॉर्ड बुद्धा का 3rd प्लेस, ऐसा इनका 4th प्लेस. फर्स्ट लुम्बिनी नेपाल जहाँ इनका जन्म हुआ. सेकेंड गया, सेकेंड नेम गया का बौद्ध गया. इधर में लाइटमेंट किया बुद्धा ने 6 साल. उनको ज्ञान मिला. ज्ञान लेकर राजगीर, वैशाली, नालंदा होते हुए काशी में. काशी में आया तो 5 मॉन्क्स को पहला स्पीच दिया, अपना धर्म का पहला प्रचार किया. 4th प्लेस कुशीनगर गोरखपुर 240 किलोमीटर दूर, जहाँ इनका डेथ हुआ. वहाँ एक पीपल नीचे सूरज डूबता चढ़ के छोड़ दिया. इसलिए ये लॉर्ड बुद्धा का 3rd प्लेस, 4th कुशीनगर. लॉर्ड बुद्धा का यहाँ पर मेन चीज़ बौद्धि वृक्ष, ओरिजिनल बौद्धि वृक्ष बौद्ध गया. उसकी 2 डाली कटी. पहला डाली अशोक सम्राट और कलिंगा युद्ध उड़ीसा में धौलगिरी में फाइट किया. फाइट भी जीता, उनको शांति नहीं मिला. अपने डॉटर को संघमित्रा और महेंद्रा को एक पीपल की डाली देकर श्रीलंका गया. जो सेकेंड डाली श्रीलंका का बौद्ध भिक्षु अनागारिका धर्मपाल 1931 में वो इधर लगा. उसके नीचे में लॉर्ड बुद्धा का 4 स्टेचू, 2 अलग और 2 सेम. पहला बौद्ध गया, सेकेंड अभय मुद्रा, सबको आशीर्वाद देते हैं. 3rd सारनाथ, ये 2 ऐसे बैठ के पहला स्पीच दिया. 5 मॉन्क्स को पहला उपदेश दिया, पहला अपना बैठा. इसलिए हम लोग फर्स्ट लेंगे पहले बौद्धि थी. അപ്പോൾ ആൾ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു എങ്ങനെയാണ് ബുദ്ധൻ ഇവിടെ എത്തുന്നതെന്നും ഏത് സമയത്താണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഈ അമ്പലം പണിയാനുള്ള കാരണം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസും അതേപോലെ ഇതിനുള്ളിൽ ഇരിക്കുന്ന ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ये लॉर्ड बुद्धा का मेन टेम्पल. ये मेन टेम्पल जिसे बोलते हैं थाई टेम्पल, और ये थाईलैंड के किंग ने बनाया. ये 1932 में टेम्पल बना. टेम्पल का मॉडल थाईलैंड का मॉडल, पैगोडा डिजाइन. टेम्पल के अंदर में 3 स्टेचू. फर्स्ट सिंगल स्टोन, सेकेंड मार्बल, 3rd गोल्ड प्लेटेड. ये ऐसा मार्बल, अबे सिंगल स्टोन, गोल्ड प्लेटेड. थाईलैंड बैंकॉक में का टेम्पल, उसके अंदर गोल्ड का, यहाँ गोल्ड प्लेटेड. का बुद्धिस्ट मंत्र टिबेटन, होम आमे पद्मे, होम आमे रेंचो, होम आमे के. इसे कैसे बोलते हैं हिंदी में? बुद्धम शरणम गच्छामि, धम्मम शरणम गच्छामि, संगम शरणम गच्छामि. ഈ ഇരിക്കുന്നത് സിംഗിൾ സ്റ്റോണും അതേപോലെ തന്നെ സെൻട്രലുള്ളത് മാർബിളും ആ ലാസ്റ്റ് എൻഡിലിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡുമാണ്. അപ്പം നമ്മുടെ കൂടെ വന്ന ആൾ നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്, അതേപോലെ ഹാൻഡ് ഗസ്റ്റേഴ്സ് എങ്ങനെയാണ് ഓരോ വിഗ്രഹത്തിൻ്റെയെന്ന് പുള്ളി പുറത്തുനിന്ന് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു.
ഇവിടെ മെയിനായിട്ട് ആരാധന നടക്കുന്നത്, അതായത് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് രാവിലെ 7 മണിക്ക് മുന്നായിട്ടും അതേപോലെ തന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷവുമാണ്. ऐसा इनका 4 स्टेचू बना। पहला अफगानिस्तान, बामियान बुद्धा, और तालिबान ने जो डिस्ट्रॉय कर दिया। सेकेंड थाईलैंड बैंकॉक वाइट मार्बल। थर्ड इंडिया हैदराबाद हुसैन सागर 82 मीटर सिंगल स्टोन। ये 80 फीट 9 इंच। ये 115 स्टोन को ये ज्वाइन करके बनाया। 2003 से स्टार्ट हुआ और 16 मार्च 2016 में ये कंप्लीट हुआ। इसे थाईलैंड प्राइम मिनिस्टर ने ओपनिंग किया। पूरा नीचे से ऊपर तक ये बनाया। ये गांव का लोग, विलेज एरिया का लोग उसको काट काट के बनाया, फिर जाकर ये तैयार हुआ। इस पूरा 8 साल लगा स्टेचू तैयार करने में। चलते हुए आशीर्वाद मुद्रा में इन्हें लॉर्ड बुद्धा को लोटस कमल के ऊपर में भी माना जाता है। इन्हें विष्णु का अवतार भी मानते हैं, इसलिए बनाया गया। और नीचे में इनका स्टैचू भी 4 स्टैचू रखा। ये स्टैचू जो वाटर में है, महामाया देवी लॉर्ड बुद्धा का मदर। आप लोग लॉर्ड बुद्धा को जन्म देने के बाद इनका डेथ हो गया। इनका डेथ हुआ तो इनकी बहन थी प्रजापति गौतमी, इन्होंने पालन पोषण किया। और लॉर्ड बुद्धा का फर्स्ट नेम सिद्धार्थ, सेकंड गौतम। അപ്പോൾ ഞങ്ങളങ്ങനെ തായ് ടെമ്പിളിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മ്യൂസിയത്തിൽ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് മ്യൂസിയം ഇന്ന് ദേവ് ദിവാലി ആയതുകൊണ്ട് തന്നെ അടവാണ്. അപ്പോൾ മ്യൂസിയത്തിലേക്ക് പോകുന്ന പ്ലാൻ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് ഇതിന് നേരെ പുറത്ത് തന്നെ. അതായത് ഇവിടുത്തെ ബനാറസ് സാരിയൊക്കെ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ നമുക്ക് സാരിയൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പുള്ളി നമ്മളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. बौद्ध स्तूपा, ओरिजिनल स्तूपा है द सांची। सेकेंड मध्य प्रदेश भोपाल। अशोका ने बनाया। थर्ड सारनाथ बना। रास्ते में देखा होगा ईंटों का बड़ा सा गुंबद जो अशोका ने बनाया। मुगल पीरियड में उसको डिस्ट्रॉय किया और टेक्चर उसका डिफरेंट कर दिया गया। जो सेंट्रल गवर्नमेंट उसका टेक्चर पहले ऐसा इसका टेक्चर दे। ये दलाई लामा आर्ट गैलरी जो विलेज एरिया में जो लोग पट्टू तैयार करते हैं, आपका बनारसी साड़ी, तो लाकर इधर में रिस्टोर करते हैं। इधर में GST टैक्स नहीं। ये हमारा सिटी का लोग, बड़े बड़े शहर का लोग ले जाते हैं। मार्केट में 1000, इधर में 600, मार्केट में 4000, इधर में 1500। कैसे पट्टू तैयार करके आई देखा। അപ്പോൾ ഈ സാരികളെല്ലാം നമ്മൾ ആ കണ്ട രീതിയിൽ തന്നെ മേക്ക് ചെയ്യുന്ന സാരികളാണെന്നാണ് അവർ പറയുന്നത്.
സാരിയൊക്കെ കാണാൻ നല്ലതാണ്, പക്ഷേ ഇച്ചിരി ഓവർ പ്രൈസായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ സാരിയൊന്നും അങ്ങനെ മേടിച്ചില്ല, ജസ്റ്റ് 2-3 പീസ് കണ്ടു, അവർ കാണിച്ചാണ് ഇതൊക്കെയാണ് അങ്ങനെ ഉണ്ടാക്കുന്ന സാരികൾ എന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നതാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ ആർട്ട് ഗാലറിയിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ കയറി. അപ്പോൾ ഈ ഓട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ റൂമുകളിൽ നിന്നൊക്കെ വണ്ടി അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ കോസ്റ്റേ ആവുള്ളൂ. നമുക്ക് ഇന്നത്തെ ഫുൾ ഡേയിലേക്ക് നമ്മൾ ഈ വണ്ടി അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അല്ലാണ്ട് വിളിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റേറ്റ് വ്യത്യാസം ഉണ്ട്. അതും ഇതേപോലെ ഈ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഏകദേശം ഒരു 10-18 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്തിട്ട് സവാർവീദ് മഹാമന്ദിറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻ്റർ, അതായത് വേൾഡിലേക്കും ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻ്ററാണിത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നടന്നു വരുന്ന വഴിയൊക്കെ ഇച്ചിരി മോശമാണ്. അത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് തീരെ ഇല്ല. അപ്പം നമ്മൾ മണ്ണിലും ചെളിയിലൂടെയൊക്കെയാണ് നടന്നു വരേണ്ടത്. അതേപോലെ ഇവിടുത്തെ എൻട്രൻസും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല, പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിൻ്റെ ആ മെഡിറ്റേഷൻ സെൻ്ററും അതിനോട് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പണിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതേപോലെ റോഡ്, പിന്നെ ഇവിടുത്തെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നിലവിൽ. ഇപ്പം നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻ്ററാണിത്. ഏകദേശം 20,000 പേർക്ക് ഒരേ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന അത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു വലിയൊരു ഹോളാണിത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. എല്ലാം തടിയിലും അതേപോലെ തന്നെ മാർബിളിലും ഒക്കെ മേക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം. നമ്മളിവിടെ വരുന്നത് ദേവദീപാവലി ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ക്രൗഡഡാണ്. അപ്പം ഇത് കൂടുതൽ ആൾക്കാരും ഇപ്പം ഞങ്ങളൊക്കെ വരുന്ന പോലെ തന്നെ ഇത് വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവർ, അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വരുന്നവരാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി വരുന്നവരല്ല ഇതൊന്നും. അപ്പം എന്നിട്ടും ഇവിടെ നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 200 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നൊരു മെഡിറ്റേഷൻ സെൻ്ററാണ്. അപ്പോൾ ഇതിന് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഈ ഗാർഡൻ ഫുള്ള് നമുക്ക് മെഡിസിൻ പ്ലാന്റ്സ് കൊണ്ട് ഇവർ കവർ ചെയ്തേക്കാണ്. അതേപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ പെയിൻറ്റിങ്സും കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 130 മേലെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപനിഷത്തുകൾ, വേദങ്ങൾ, അതേപോലെ തന്നെ രാമായണം, മഹാഭാരതം, അങ്ങനെ എല്ലാത്തിൽ നിന്നുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഇതിൻ്റെ വുഡൻ പാർട്സ് എല്ലാം ചെയ്തേക്കുന്ന തേക്ക് കൊണ്ടാണ്, തേക്കിൻ്റെ തടി കൊണ്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വുഡൻ പാർട്സ് ഇവർ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് സമയം ഇവിടെയും സ്പെൻഡ് ചെയ്തില്ലെന്ന്. കാരണം നമുക്ക് ഇനി ഇവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോകണം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വേണം നമുക്ക് ദേവദീപാവലിക്ക് വേണ്ടി പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന എല്ലാം ഫൗണ്ടനുകളാണ്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ വർക്കാവുന്നില്ല, കാരണം ഇതൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ് ഒക്കെ ഏകദേശം ഒരു അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് ഈ മതിലുകളിലെല്ലാം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ രാമായണം, മഹാഭാരതം, അങ്ങനത്തെ സ്റ്റോറികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ സൈഡിലും ചുറ്റിലും നമുക്ക് പണിഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കിതിൻ്റെ ഈ ഒരു പോയിൻ്റ് വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടൊന്നും പെർമിറ്റഡ് അല്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ വഴി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്നൊരു എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഇതുവഴി പുറത്തേക്ക് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നങ്ങനെ ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. കാരണം നമുക്ക് ദേവദീപാവലി മിസ് ചെയ്യാൻ പറ്റത്തില്ല, അതിനാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അവിടെ ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും എങ്ങും സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇനി തിരിച്ച് റൂമിലേക്ക് പോകണം. റൂമിൽ നിന്ന് ഇനി 2 ആളുകളും കൂടി വരാനുണ്ട്. അപ്പം
ആ രണ്ടാളുകളും നമ്മളും കൂടി ഒരുമിച്ചാണ് ഇനി ദേവ് ദിവാലി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഘാട്ടുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ ഓട്ടോ ഡ്രൈവർ പറയുന്നത് എത്ര ബ്ലോക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും പുള്ളി നമ്മൾ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുന്നായിട്ട് ദശാശ്വമേധ് ഘട്ടിലെത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുടെ വാക്ക് കേട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും തന്നെ ഉള്ളൂ. നമ്മളിന്ന് തായ് ടെമ്പിൾ കണ്ടു, അതേപോലെ വേൾഡിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻറ്റർ കണ്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ദേവ് ദിവാലി വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.